ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് നട്ഷൽ ലൈൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MG യൂണിവേഴ്സിറ്റി BSc സ്ട്രീം FIUGPയിൽ മലയാളം പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള GR ഇന്ദുഗോപൻ എഴുതിയിട്ടുള്ള വിലായത്ത് ബുദ്ധ എന്ന ഒരു ചെറിയ നോവലാണ്. ഈ ഒരു നോവലിൻ്റെ ചെറിയൊരു സംഗ്രഹം, അതായത് ഒരു ഓവറോൾ ഇതിൻ്റെ സമ്മറിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ആൻഡ് നമ്മൾ ഈ ഒരു നോവലിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അല്ലെങ്കിൽ ആരാണ് ഈ ഒരു റൈറ്റർ അല്ലെങ്കിൽ GR ഇന്ദുഗോപൻ എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി ചെറിയൊരു വിവരണം ഞാൻ തരാം. 1974 ഏപ്രിൽ 19 കൊല്ലം നഗരത്തിലെ തീരദേശ ഗ്രാമം ഇരവിപുരം വാളത്തുങ്കലിൽ ആണ് ഇന്ദുഗോപൻ്റെ ജനനം. ദീർഘകാലം അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ സാഹിത്യരചനകൾക്ക് ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യരചനകൾ മാത്രമല്ല, ഒറ്റക്കയ്യൻ എന്ന ചലച്ചിത്രം നിർമ്മിച്ച് സംവിധാനം ചെയ്തു. ഇതിന് 2007 2 സ്റ്റേറ്റ് അവാർഡും ലഭിച്ചു. ഇതേ ചിത്രത്തിന് മികച്ച നവാഗത സംവിധായകനുള്ള JC ഫൗണ്ടേഷൻ അവാർഡും ലഭിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നോവലിൻ്റെ സമ്മറി പാർട്ടിലേക്ക് കടക്കാം. 32 അധ്യായങ്ങളിലായിട്ടാണ് ഈ നോവൽ രചിച്ചിരിക്കുന്നത്. ഈ നോവൽ ആരംഭിക്കുന്നത് ഇടുക്കി മറയൂരിൽ 10 വർഷം മുൻപ് നടക്കുന്ന ഒരു കഥയായിട്ടാണ്. ഒരു സന്ധ്യാനേരത്ത് തയ്യൽക്കാരൻ ഉതുപ്പാൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ് ഭാസ്കരൻ സാറ്. പാടത്തിൻ്റെ കരയിലൂടെയുള്ള റോഡ് അന്ന് ടാർ ചെയ്തിട്ടില്ല. 3-4 ദിവസമായി നല്ല മഴയുണ്ടായിരുന്നു. ഭാസ്കരൻ സാർ അങ്ങനെ നടക്കുമ്പോൾ വഴിയിൽ വെച്ച് ചോലയ്ക്കലെ ചെമ്പകവും മകൾ ചൈതന്യവും കൂടി നടന്നു വരുന്നത് കാണുന്നു. ഭാസ്കരൻ സാർ മനഃപൂർവ്വം കുടയെടുത്ത് നിവർത്തുന്നു. കാരണം ചെമ്പകം ആ നാട്ടിലെ മോശം സ്ത്രീകളിൽ ഒരാളായിരുന്നു. ചെമ്പകത്തിൻ്റെ മകൾ ചൈതന്യ ഭാസ്കരൻ സാറിനെ വിഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ സാർ ഒന്ന് ഇരുത്തി മൂളി മുന്നോട്ട് നടക്കുന്നു. ചെമ്പകം വിടാനൊരുക്കമായിരുന്നില്ല. ഈ സന്ധ്യാസമയത്ത് എങ്ങോട്ടാണ് സാറ് പോകുന്നതെന്ന് അവർ ചോദിക്കുന്നുമുണ്ട്. പോകുന്ന വഴി മോശമാണെന്നും സൂക്ഷിക്കണമെന്നും ചെമ്പകം സാറിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അയാൾ അവളുടെ വാക്ക് വകവയ്ക്കാതെ മുന്നോട്ട് നടക്കുകയാണ്. കുറെ നടന്നപ്പോൾ ചെമ്പകത്തിൻ്റെ വീടും പിന്നാലെ വിശാലമായ കരിമ്പ് വയലും പിന്നിൽ തയ്യൽക്കാരൻ ഉതുപ്പാൻ താമസിക്കുന്ന മലയും തെളിഞ്ഞു വന്നു. നേരം പെട്ടെന്ന് ഇരുട്ടിത്തുടങ്ങി. അന്നേ ദിവസം രാത്രി ഒരു 10:30-11 മണിയായി കാണും. മറയൂർ ടൗണിലെ പാർട്ടി ഓഫീസിലേക്ക് അനി എന്ന് വിളിപ്പേരുള്ള ഭാസ്കരൻ സാറിൻ്റെ മകൻ അനിൽ ഭാസ്കർ അച്ഛനെ അന്വേഷിച്ചെത്തി. പാർട്ടി ഓഫീസിലുള്ള ബാബുവിനോട് അച്ഛൻ ഇങ്ങോട്ടെങ്ങാനും വന്നിരുന്നോ എന്ന് അവൻ അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ അച്ഛൻ വീട്ടിൽ വന്നില്ലെന്നും പറയുന്നു. ഭാസ്കരൻ സാർ ഉതുപ്പാൻ്റെ വീട്ടിലേക്ക് പോയതാണെന്ന് ബാബു പറയുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെ അച്ഛനെ തിരക്കി അനി ഉതുപ്പാൻ്റെ വീട്ടിലെത്തുന്നു. എന്നാൽ അവിടെയും അച്ഛൻ എത്തിയിട്ടില്ലെന്ന് ഉതുപ്പാനും പറയുന്നു. തൻ്റെ അച്ഛനെ തിരക്കി അനി പോകുന്ന വഴിക്ക് ചെമ്പകത്തിൻ്റെ വീട്ടിൽ കയറുന്നു. ചെമ്പകത്തിൻ്റെ മകൾ ചൈതന്യവുമായി കുശലാന്വേഷണം നടത്തുന്നു. എന്നാൽ അതിനിടയിൽ അനി ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. അവൾ ശർക്കര ഉരുട്ടുകയാണ്. പക്ഷേ അവൾ കയ്യിൽ എന്തോ ഒന്നെടുത്ത് അതിന് പുറത്തേക്കാണ് ശർക്കര ഉരുട്ടി വയ്ക്കുന്നത്. അവൻ കൂടയിൽ കൈയിട്ട് നോക്കുമ്പോൾ അത് ചന്ദനമാണെന്ന് മനസ്സിലാക്കുന്നു. അതായത് ചന്ദനം പീസാക്കി പിടിക്കപ്പെടാതെ കടത്തുകയാണ്. എന്നാൽ താൻ ഇത് ചെയ്യുന്നത് മോഹനന് വേണ്ടിയാണെന്നും അവൾ പറയുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ വീടിന് പിന്നിൽ നിന്ന് ചെമ്പകത്തിൻ്റെ നിലവിളി കേൾക്കുന്നുണ്ട്. അത് ഒരു കരടിയാകുമെന്ന് അവർ കരുതുന്നു. അടുക്കള ഭാഗത്തെ കക്കൂസിൻ്റെ ടാങ്ക് തകർത്ത് അതിനകത്ത് മാലിന്യത്തിൽ കുളിച്ച് ഒരു രൂപം, അത് ഭാസ്കരൻ സാറായിരുന്നു. അനി ദയനീയമായി ചൈതന്യത്തെ നോക്കുന്നുണ്ട്. ഈ സംഭവം നടന്നിട്ടിപ്പോൾ 10 വർഷം കഴിയുകയാണ്. ആ നാട്ടിൽ വിലയും നിലയും ഉണ്ടായ ഭാസ്കരൻ സാറിന് ഇന്ന് പേര് തീട്ടം ഭാസ്കരൻ. മറ്റുള്ളവരുടെ മുൻപിൽ ഭാസ്കരൻ ഇരുട്ടിൻ്റെ മറവിൽ ചെമ്പകത്തിൻ്റെ വീട്ടിൽ ചെന്ന് അവളുടെ കക്കൂസ് ടാങ്കിൽ വീണ ഒരു ജാരനായി മാറി. ഭാസ്കരൻ സാർ താൻ അതുവഴി പോയപ്പോൾ കാൽ തെന്നി വീണതാണെന്ന് പറയാൻ കഴിയാത്ത വിധം അപമാനവും നാണക്കേടും പേറി ജീവിക്കേണ്ടി വരികയാണ്. തൻ്റെ ഭാര്യയുടെ വേർപാടിന് ശേഷം മറ്റൊരു സ്ത്രീയെപ്പറ്റി ആലോചിക്കാത്ത കർക്കശക്കാരനായ സ്കൂൾ മാഷിൻ്റെ ഒരു വ്യക്തിത്വം തകർന്നു വീഴുന്ന അവസ്ഥ.
തൻ്റെ പാർട്ടി ഓഫീസിൽ നിന്നും കാണാൻ വന്നവരോട് ഉതുപ്പാൻ്റെ വീട്ടിലേക്ക് പോകാൻ കുറുക്കുവഴി നടന്നപ്പോൾ തനിക്ക് പറ്റിയ അമളി ഭാസ്കരൻ സാറ് വിവരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ആകെ മൊത്തം നാറിക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ കവലപ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് നാട്ടിൽ തൻ്റെ അച്ഛനെ കളിയാക്കുന്നത് അനി കേട്ടു നിൽക്കേണ്ടി വരുന്നു. തെളിവ് സഹിതം അവർ ഉതുപ്പാനെ പൊതുവേദിയിൽ നിർത്തി ഓരോന്ന് ചോദിക്കുന്നു. അങ്ങനെ ഭാസ്കരൻ സാർ തീട്ടം ഭാസ്കരനായി മാറിക്കൊണ്ടേയിരുന്നു. അവർ ഇലക്ഷന് ഭാസ്കരനെതിരെ ഉതുപ്പാനെ സ്ഥാനാർത്ഥിയായി വയ്ക്കുന്നു. ഭാസ്കരൻ സാറ് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായി പാർട്ടിയെ അറിയിക്കുന്നു. സാറ് കുഴിയിൽ വീണ സംഭവം നടന്ന് 5 വർഷത്തിന് ശേഷം ഒരു ദിവസം പാർട്ടി അംഗം പീറ്റർ അദ്ദേഹത്തെ കാണാനായി വരുന്നുണ്ട്. പീറ്ററിന് അയാൾ തൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചന്ദനമരം കാണിച്ചു കൊടുക്കുന്നു. താനിപ്പോൾ അതിന് വളമിടുകയാണെന്നും വേറൊന്നും ആലോചിക്കുന്നില്ലെന്നും ഭാസ്കരൻ സാറ് അറിയിക്കുന്നു. താൻ ഇനി പാർട്ടിയിൽ ചേർന്നാൽ ജനത്തിന് വീണ്ടും നാറ്റക്കേസ് ഓർമ്മ വരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിവാകുന്നു. താൻ ആ ടാങ്കിൽ വീണപ്പോൾ ആളുകൾ തന്നെ കൂക്കി വിളിച്ചതും തൻ്റെ മകൻ്റെ മുൻപിൽ വെച്ച് അപമാനിച്ചതും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ല എന്ന് ഭാസ്കരൻ പറയുന്നു. പീറ്ററിനോട് അയാൾ തൻ്റെ പ്രതികാരം തുറന്നു പറയുന്നു. താൻ വളർത്തി വലുതാക്കുന്ന ഈ ചന്ദനമരത്തിൻ്റെ തടി കൊണ്ട് വേണം സാറ് മരിക്കുമ്പോൾ ജഡം എരിയാൻ. എല്ലാവരും ദുർഗന്ധം പ്രതീക്ഷിക്കുമ്പോൾ ചന്ദനത്തിൻ്റെ മണം പരക്കണം. പീറ്റർ ഒന്നും പറയാതെ മടങ്ങുന്നു. പിന്നീട് ഭാസ്കരൻ്റെ മകൻ അനിയെ എതിർപ്പാർട്ടി നേതാവ് കാക്കിപ്പാപ്പുവിൻ്റെ ഗുണ്ടകൾ അടിക്കുന്നുണ്ട്. അവൻ തിരിച്ചും കൊടുക്കുന്നുണ്ട്. ആ അടിപിടിയും തൻ്റെ അച്ഛൻ്റെ ഇരട്ടപ്പേര് വിളിച്ചതിൽ നിന്ന് തുടങ്ങിയതാണെന്ന് അവൻ പറയുന്നു. ഭാസ്കരൻ വിട്ടുകളയാനും പറയുന്നു. ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും തീട്ടക്കുഴിയിൽ വീണ ഓർമ്മ ഭാസ്കരൻ സാറിനെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞെട്ടി ഉണരുമ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടും. അങ്ങനെ ഒരിക്കൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാളുടെ നിഴൽ ഇരുട്ടിൽ അദ്ദേഹം കണ്ടു. ആരടാ? ഭാസ്കരൻ ചോദിക്കുന്നു. പേടിക്കണ്ട സാറേ, ഞാൻ മോഹനനാ. ഏത് മോഹനൻ? സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട് 10ൽ. പക്ഷേ പരീക്ഷ എഴുതിക്കാൻ ഞാൻ സാറിന് അവസരം തന്നില്ല. മോഹനൻ ചിരിച്ചു. സാറിന് പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നുന്നു, എങ്കിലും ഓർക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ താൻ അങ്ങനെ നേരവും കാലവുമുള്ള ഒരുത്തനല്ലെന്നും ചെമ്പകത്തിൻ്റെ മകൾ ചൈതന്യത്തിൻ്റെ കൂടെ പഠിച്ചതാണെന്നും കൂടെ ഡബിൾ മോഹനൻ എന്ന പേരും പറയുന്നു. ഭാസ്കരൻ സാർ ഒന്ന് പതറുന്നു. ഡബിൾ മോഹനൻ എന്ന പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പേടി വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു പയ്യൻ ഇവിടെ ഒരു മുറ്റ് ചന്ദനമരം നിൽപ്പുണ്ടെന്ന് പറയുകയും അത് സാറിൻ്റേതാണെന്ന് അറിയില്ലായിരുന്നുവെന്നും തൻ്റെ രാത്രികാലങ്ങളിലെ ബിസിനസ്സിനിടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് പോകാൻ വന്നതാണെന്നും മോഹനൻ പറയുന്നു. അവൻ ഇരുട്ടിൽ നിന്ന് ചന്ദനമരത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. അത് വിലായത്ത് എന്ന ഇനം ചന്ദനമാണെന്ന് ഭാസ്കരൻ സാറിനോട് അവൻ പറയുന്നു. അവൻ ആ മരത്തിൻ്റെ ഇല ചവച്ച് നോക്കുന്നു. അതിൻ്റെ എരിവാണ് പ്രത്യേകതയെന്നും ഇത് കൊള്ളക്കാരന്മാർ കാണാതെ ഇവിടെ നിൽക്കുന്നത് തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും മോഹനൻ പറയുന്നു. താൻ ഒരിക്കൽ വരുമെന്നും സാറിത് എനിക്ക് തരണമെന്നും പറഞ്ഞ് അവൻ ഇരുട്ടിൽ മറയുന്നു. തൻ്റെ മകൻ അനിയോട് കരയുന്ന മട്ടിൽ ഭാസ്കരൻ തൻ്റെ മരം അവൻ കണ്ണുവെച്ചെന്ന് പറയുന്നു. ഭാസ്കരന് ഉറക്കം വരുന്നില്ല. ഇടയ്ക്ക് എഴുന്നേറ്റ് കുന്നിൻ്റെ മുകളിലേക്ക് നോക്കിയാണ് ഇരിപ്പ്. ഇടയ്ക്ക് കണ്ണടയ്ക്കുമ്പോൾ തെളിയുന്നത് ആ പഴയ 9ാം ക്ലാസ്സുകാരൻ പയ്യൻ്റെ മുഖം. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുണ്ടായിരുന്നു മോഹനന്. ഇനി അദ്ദേഹം പഴയ കാല ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. മോഹനൻ്റെ ആ പഴയ ഓർമ്മകൾ. ആരായിരുന്നു മോഹനൻ? എന്തായിരുന്നു മോഹനൻ സാറിനുമായിട്ടൊരു ബന്ധം എന്നുള്ളത്. അവൻ വളരെ ചങ്കുറ്റമുള്ള ഒരാൺകുട്ടിയായിരുന്നു. ഒരിക്കൽ സ്കൂളിൽ അവൻ പ്രമീള ടീച്ചറോട് തറുതല പറഞ്ഞതും അവനെ ശാസിക്കാൻ ടീച്ചേഴ്സ് റൂമിലേക്ക് വിളിച്ചപ്പോൾ മാഷിനോടും തറുതല പറഞ്ഞതും ഭാസ്കരൻ സാറ് ഇന്നും ഓർക്കുന്നു. ഒരിക്കൽ ക്ലാസ്സിൽ മര്യാദ പഠിപ്പിക്കാൻ കയറിയ ഭാസ്കരൻ സാറിനോട് അവൻ ചന്ദനം ചുമക്കാൻ പോകാറുണ്ടെന്നും ടെസ്റ്റ് പേപ്പറിന് മാർക്ക് കുറഞ്ഞതിൽ ശിക്ഷയായ അടി നെഞ്ചും വിരിച്ചു നിന്ന് ഏറ്റുവാങ്ങാൻ തയ്യാറായി നിന്ന മോഹനനെ അയാൾ വീണ്ടും മനസ്സിലേക്ക് ഓർത്തെടുക്കുന്നു. മോഹനനെ തലങ്ങും വിലങ്ങും അയാൾ തല്ലിയിട്ടുണ്ട്. അവൻ കല്ലുപോലെ അത് ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. ചൂരലിൻ്റെ തുമ്പിന്നൊരു കൂർത്ത കഷ്ണം പൊട്ടി അവൻ്റെ പുരികത്തിൽ ചെന്ന് ചൂണ്ട പോലെ കൊരുത്തു. കുട്ടികളിൽ ആരോ കൂട്ടത്തിൽ നിന്ന് സാറിൻ്റെ ഇരട്ടപ്പേര് ഇക്രൂരൻ എന്ന് വിളിച്ചു. സാറ് ക്ലാസ്സിൽ നിന്നും അന്ന് ഇറങ്ങിപ്പോയി.
മോഹനൻ്റെ നെറ്റിയിലെ ചോര നിൽക്കുന്നില്ല. പിള്ളേരുടെ ബഹളം കേട്ട് സ്കൂളിന് പുറത്തുള്ളവർ പോലും അകത്തേക്ക് ഓടിയെത്തി. പിറ്റേന്ന് ഭാസ്കരൻ സാറ് ചായക്കടയിൽ ഇരിക്കുമ്പോഴാണ് സൈക്കിളിൽ മോഹനൻ വരുന്നത്. അവൻ്റെ മട്ടും ഭാവവും കണ്ട് ആളുകൾ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. ഭാസ്കരൻ സാറിൻ്റെ മുഖത്ത് നോക്കി താൻ പഠിപ്പു നിർത്തിയെന്നും സാധാരണ സാറുമാർ പിള്ളേരെ രക്ഷപ്പെടുത്താനാണ് നോക്കാറെന്നും താൻ എന്നെ തൊലയ്ക്കുകയാണ് ചെയ്തതെന്നും അത്യാവശ്യത്തിന് ചന്ദനം ചുമക്കാനിറങ്ങിയ തന്നെ സാറ് കൊള്ളക്കാരനാക്കുകയാണെന്നും പറഞ്ഞ് മോഹനൻ പോകുന്നു. പിന്നവനെ സാറ് കാണുന്നത് 10-13 കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ്. മോഹനൻ പഠിത്തം നിർത്തിയ സംഭവത്തിന് ശേഷം കുറച്ച് കഴിഞ്ഞ് പിന്നീട് സാർ റിട്ടയർഡ് ആവുന്നുമുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പാമ്പ് കടിക്കുന്നു. രക്ഷിച്ചെടുക്കാനാകുന്നില്ല. പിള്ളേരുടെ ശാപമാണെന്ന് പലരും പറയുന്നുണ്ട്. പഴയ കർക്കശക്കാരനിൽ നിന്നും ഭാര്യയുടെ ഓർമ്മയിൽ നിന്നും തകർന്നിരുന്ന മാഷ് ഒരു മാറ്റത്തിന് വേണ്ടിയാണ് പിന്നീട് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. പരമശാന്തനായതും അങ്ങനെ തന്നെയാണ്. തൻ്റെ പഴയ ശിഷ്യൻ മോഹനൻ ഇപ്പോൾ വിളിപ്പേര് സാൻഡൽ മോഹനൻ. നാട്ടിലെങ്ങും അവൻ്റെ ചന്ദന മോഷണവും സാഹസികതയും ആളുകൾ ചർച്ച ചെയ്തു തുടങ്ങി. അവൻ തനിക്ക് ഒരു വില്ലനായി മാറുമോ എന്ന് ഭാസ്കരൻ സാറ് ചിന്തിക്കുന്നു. ഇത്രയും ധൈര്യമുള്ളവനെ തൻ്റെ ചന്ദനത്തിൽ തൊടാൻ നിമിഷ നേരം മതി. അത് എങ്ങനെയും തടയണം എന്ന് ഭാസ്കരൻ സാറ് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ശിഷ്യൻ ബാബു സാറിനെ കാണാൻ വരുന്നുണ്ട്. മോഹനൻ ഒരു ചന്ദനത്തിൽ നോട്ടമിട്ടാൽ അതിൻ്റെ കഥ കഴിയും എന്നും ചോദിച്ചിട്ട് കൊടുക്കാത്ത വീട്ടുകാരെ കെട്ടിയിട്ട് അവരുടെ കൺമുന്നിൽ വെച്ച് പുരയിടത്തിലെ മറിച്ചുകൊണ്ട് പോണതാണ് അവൻ്റെ ശൈലിയെന്നും പറയുന്നു. സാറ് പണ്ട് അവൻ്റെ നെറ്റിയിൽ അടിച്ച പാട് ഇപ്പോഴും ഉണ്ടെന്നും ചന്ദനമരം അങ്ങ് വിട്ടുകൊടുക്കുന്നതാ നല്ലതെന്നും ബാബു പറയുന്നു. സാറൊന്ന് കിടുങ്ങുന്നുണ്ടെങ്കിലും ബാബുവിനോട് ചന്ദനത്തിന് കാവൽ കിടക്കാൻ പറ്റുമോ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നു. പറ്റില്ലെന്നും തന്നെ കൂടെ അവൻ റാഞ്ചുമെന്നും ബാബു പറയുന്നു. കൂടാതെ ചെമ്പകത്തിൻ്റെ മകൾ ചൈതന്യത്തിൻ്റെ കൂടെയാണ് മോഹനൻ്റെ പൊറുതിയെന്നും ചെമ്പകത്തിനോട് ശുപാർശ ചെയ്താൽ അവൻ സാറിൻ്റെ ചന്ദനത്തിൽ തൊടുകയല്ല എന്നും ബാബു പറയുന്നു. ഭാസ്കരൻ ചെമ്പകത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ രോഷം കൊള്ളുന്നു. അവൾ കാരണമാ താനിങ്ങനെ ആയതെന്നും അവളെ കണ്ട് കെഞ്ചാൻ പറ്റില്ലെന്നും അയാൾ പറയുന്നു. സാറ് ബാബു പറഞ്ഞത് വീണ്ടും ഓർത്ത് മിണ്ടാതിരിക്കുന്നു. പിന്നീട് ഒരു ദിവസം രാവിലെ ഭാസ്കരൻ സാറിൻ്റെ മുന്നിൽ മോഹനൻ വീണ്ടും എത്തി. സാറിൻ്റെ വീട്ടിൽ വലിയ വടമിരിപ്പുണ്ടെന്നറിഞ്ഞിട്ട് വന്നതാണെന്നും ആട്ടുമല, അതായത് ചിന്നാറിലെ എവറസ്റ്റ്, അതിൻ്റെ മണ്ടയിൽ താനൊരു വഴി ഉണ്ടാക്കുകയാണെന്നും മോഹനൻ പറയുന്നു. അതിൻ്റെ പണി 1/4 ഭാഗം എത്തി. സ്ട്രോങ് ഒരു വടമുണ്ടേൽ പണി വേഗം തീർക്കാമായിരുന്നെന്നും മോഹനൻ പറയുന്നു. സാർ അവന് വടം കൊടുക്കുകയും ചെയ്യുന്നു. പോകാൻ നേരം വിലായത്ത് ബുദ്ധിയുടെ കാര്യം അവൻ സാറിനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് ഒരു ദിവസം വരാമെന്നും ചന്ദനമരം തരില്ല എന്ന് സാറ് പറയരുതെന്നും പറഞ്ഞുകൊണ്ട് അവൻ മടങ്ങുന്നു. ഭാസ്കരൻ ദേഷ്യത്തോടെ അവനെ നോക്കുന്നു. ഭാസ്കരൻ മാഷ് ചോലയ്ക്കലെ ചെമ്പകത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവളുടെ വീട് ഇപ്പോൾ ടെറസിട്ട വീടായി. റോഡൊക്കെ ടാറ് ചെയ്ത് കിടക്കുന്നു. പഴയ ദുർഗന്ധം അയാളുടെ മനസ്സിലേക്ക് വരുന്നു. നാറുന്ന പോലെ. സാറിനെ കാണുന്ന നിമിഷം ചെമ്പകം ഓടി വരുന്നു. എനിക്ക് മോഹനനെ കാണണമെന്നും ഒരു കാര്യം പറയാനുണ്ടെന്നും ചൈതന്യത്തിനോടും ചെമ്പകത്തിനോടുമായി സാറ് പറയുന്നു. എന്നാൽ മോഹനനോട് പറയാൻ കരുതിയിരുന്ന കാര്യങ്ങൾ ഭാസ്കരൻ ചെമ്പകത്തിനോട് പറയുന്നു. താൻ അബദ്ധത്തിൽ വന്ന് കക്കൂസ് കുഴിയിൽ വീണതും നാട്ടുകാർ തന്നെ തീട്ടം എന്ന് വിളിച്ചതും ഇത്രയും നാൾ നാണം കെട്ടത്തിന് നാട്ടുകാർക്ക് ഒരു മറുപടി കൊടുക്കണമെന്നും താൻ ചാകുമ്പോൾ ചന്ദനത്തിൽ എരിയണമെന്നും അങ്ങനെ ചന്ദനം മണക്കണമെന്നും അങ്ങനെ തൻ്റെ ആ തീരാ ദുഃഖം അവസാനിക്കണമെന്നും അയാൾ പറയുന്നു. അതായത് മോഹനൻ നോട്ടമിട്ട തൻ്റെ ചന്ദനം എന്തിനുള്ളതാണെന്ന് ചെമ്പകം അവന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടം വിടുന്നു. താൻ വേണ്ടതുപോലെ പറഞ്ഞുകൊള്ളാമെന്ന് ചെമ്പകം ഉറപ്പു കൊടുക്കുന്നു. ചൈതന്യം അമർത്തിപ്പിടിച്ച് ചിരിക്കുന്നുമുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ മോഹനൻ ഭാസ്കരൻ്റെ വീട്ടിൽ വരുന്നു. ചെമ്പകം പറഞ്ഞിട്ടാണ് താൻ വന്നതെന്നും വീണ്ടും വിലായത്ത് ബുദ്ധിയെപ്പറ്റി മോഹനൻ ഓർമ്മിപ്പിക്കുന്നു. അവൻ വീണ്ടും ലക്ഷണമൊത്ത സാറിൻ്റെ ചന്ദനത്തെ നോട്ടമിടുന്നു. അതൊരു വെറും മരമല്ല എന്നും ശില്പം തന്നെയാണെന്നും ഷാങ്ഹായിലെ കോടീശ്വരന്മാരുടെ വീടുകളിൽ കൊല്ലങ്ങളോളം വിഗ്രഹങ്ങളായി വാഴാനുള്ളതാണെന്നും അവൻ വർണ്ണിക്കുന്നു. ഭാസ്കരന് ദേഷ്യം വരുന്നു. മോഹനൻ 3 ലക്ഷം രൂപ വില പറയുകയും ചെയ്യുന്നു. അവൻ ചന്ദനമരം എങ്ങനെയാണ് മുറിച്ചു കൊണ്ടു പോകുന്നതും മറ്റും പറഞ്ഞു തുടങ്ങുമ്പോൾ ഭാസ്കരൻ സാറിന് ദേഷ്യം വരുന്നു.
ഉടനെ തന്നെ അദ്ദേഹം ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അകത്ത് പോയിട്ട് ഒരു കടലാസമെടുത്ത് തിരിച്ചു വരുന്നു. അത് കോടതി വിധിയായിരുന്നു. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാലുതെറ്റി മാലിന്യക്കുഴിയിൽ വീണ ഹർജിക്കാരനെ തീട്ടം എന്ന പേരിലാണ് ജനം വിളിക്കുന്നതെന്നും തൻ്റെ മരണത്തിലെങ്കിലും തൻ്റെ നാറിയ ഇരട്ടപ്പേരിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കണമെന്നുമാണ് ഭാസ്കരൻ്റെ ആവശ്യം. അതിനായി തൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചന്ദനമരം തൻ്റെ സംസ്കാരാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാണ് അപേക്ഷ. ഇതിൻ്റെ യുക്തിയെക്കുറിച്ച് കോടതി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഒരു വ്യക്തിയുടെ വളരെ വൈകാരികവും അപൂർവവുമായ അപേക്ഷയാണിത് എന്ന് കോടതി മനസ്സിലാക്കി ഹർജിക്കാരന് തൻ്റെ പട്ടയഭൂമിയിൽ നിൽക്കുന്ന മേൽപ്പറഞ്ഞ ചന്ദനമരം സ്വന്തം സംസ്കാരാവശ്യത്തിന് ഉപയോഗിക്കാൻ അനുവദിച്ചു നൽകുന്നതാണ് ഉത്തരവ്. ഇത് കേട്ടതോടെ മോഹനൻ ഞെട്ടുന്നു. ഇനി തൻ്റെ ചന്ദനമരത്തെ നോട്ടമിടണ്ട എന്നും തൻ്റെ മരം തൊട്ടാൽ തൊടുന്നവനെ തട്ടാനുള്ള ലൈസൻസ് കൂടിയാണ് ഈ ഉത്തരവെന്നും ഭാസ്കരൻ മോഹനനോട് പറയുന്നു. മോഹനൻ ഒന്ന് പകച്ചുപോകുന്നു. മോഹനൻ ഭാസ്കരൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ഇത് അപകടമാണെന്ന് അനി ഭാസ്കരനോട് പറയുന്നു. പിന്നീട് ഭാസ്കരൻ ആദിവാസി കുടിയിൽ നിന്ന് ചിക്കിലി എന്ന പയ്യനെ വിളിച്ചു വരുത്തുന്നു. 2 തോക്കുകൾ സജ്ജമാക്കി വയ്ക്കുന്നു. ചെറുത് മൃഗങ്ങൾക്കും വലുത് മനുഷ്യർക്കും. അതായത് ചന്ദനമരത്തെ തൊട്ടാൽ ആരാണേലും ജീവനോടെ വിടില്ല എന്ന് ഭാസ്കരൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ചെമ്പകത്തിൻ്റെ വീട്ടിൽ ചൈതന്യത്തിൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന് മോഹനൻ ഒരാഗ്രഹം പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ പോലും പാറക്കെട്ട് കാരണം ഉപേക്ഷിച്ച ആട്ടുമലയിലേക്കുള്ള വഴി താൻ ഒറ്റയ്ക്ക് വെട്ടുകയാണെന്നും ചൈതന്യത്തെ ജീപ്പിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി അവിടെ എത്തിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നുമാണ് അവൻ പറയുന്നത്. ഈ സമയം ബാബു ഭാസ്കരൻ സാറിനോട് മോഹനൻ ചെയ്യുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. മോഹനൻ പഞ്ചായത്ത് രേഖയിൽ കയറി ആട്ടുമലയുടെ പേര് വെട്ടി ചൈതന്യമല എന്നാക്കിയെന്നും ചൈതന്യമല എന്ന ഒരു തമിഴ് ബോർഡ് മലയുടെ കീഴെ സ്ഥാപിച്ചുമെന്നും അവൻ പറയുന്നു. അവൻ അങ്ങനെ ചെയ്യുന്നത് ചൈതന്യത്തിൻ്റെ പേര് ദോഷം മാറ്റാനാണെന്ന് ബാബു ഭാസ്കരനോട് പറയുന്നു. ആട്ടുമല ഒറ്റയ്ക്ക് മോഹനൻ വെട്ടിയൊതുക്കി അവിടെ ഒരു കോവിലിൽ കറുത്ത വാവു ദിവസമാണ് ആഘോഷം നടക്കുന്നതെന്നും പറയുന്നു. ചൈതന്യം അവിടെ ഭജനയിരിക്കുന്നു. അതായത് നാളെയാണ് അവർ ഒരുമിച്ച് ജീപ്പിൽ ആട്ടുമല കയറുന്നത്. തലേന്ന് ഭാസ്കരൻ സാറിനെ കാണാൻ മോഹനൻ എത്തുന്നുണ്ട്. ഭാസ്കരൻ ഉറങ്ങാതെ ഇരട്ടക്കുഴൽ തോക്കുമായി കാത്തു കിടക്കുകയായിരുന്നു. ചെറിയ തോക്കുമായി ചിക്കിലിയും കാവലിനുണ്ട്. ഇരുട്ടത്ത് ആരോ വന്ന് ചന്ദനയില പൊട്ടിക്കുന്നു. ഭാസ്കരൻ വെടിയുതിർക്കുന്നു. മോഹനൻ്റെ തോളിൽ 2 ബുള്ളറ്റുകൾ തറഞ്ഞു കയറുന്നു. അവൻ അലറുന്നുണ്ട്. ഭാസ്കരൻ സാറിനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് കുന്നു കയറാമെന്ന് കരുതിയാണ് താൻ വന്നതെന്നും ഇതിന് ഞാൻ പ്രതികാരം ചെയ്യുമെന്നും അവൻ പറയുന്നു. ആ 2 ബുള്ളറ്റുകളും അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് അവൻ പറയുന്നു. കുറച്ച് കഴിഞ്ഞേ അവൻ ആ ബുള്ളറ്റ് എടുക്കുന്നുള്ളെന്നും അവൻ പറയുന്നുണ്ട്. പിന്നീട് മുറിവ് കെട്ടിവെച്ച് ഭാസ്കരനെ കാണാൻ മോഹനൻ വരുന്നുണ്ട്. കൂടെ ചൈതന്യവും. ഭാസ്കരനോട് കുറേ ബഹളം വയ്ക്കുന്നുണ്ട് ചൈതന്യം. മോഹനൻ്റെ വരവിൽ ഭാസ്കരൻ ഒന്ന് വിറയ്ക്കുന്നു. എങ്കിലും അതയാൾ മുഖത്ത് പ്രകടിപ്പിക്കുന്നില്ല. താൻ ചന്ദനമരം കൊണ്ടുപോകുന്നും സാറിന് പറഞ്ഞ 3 ലക്ഷം മറന്നേക്കാനും മോഹനൻ ശാന്തമായി പറഞ്ഞുകൊണ്ട് അവിടം വിടുന്നു. തൻ്റെ രക്തമൊലിക്കുന്ന കൈകൾ വെച്ച് മോഹനൻ മലയിലേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റുന്നു. ആദിവാസി പെണ്ണുങ്ങൾ മോഹനനെ മഞ്ഞളും കുങ്കുമവും എറിയുന്നു. അതിനുശേഷം പിന്നീടൊരു ദിവസം ഭാസ്കരനെ തിരിച്ച് പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അംഗങ്ങൾ സാറിൻ്റെ വീട്ടിലെത്തുന്നു. സാറിൻ്റെ നാറ്റം മാറ്റാൻ ഈ ജന്മത്തിൽ തന്നെ സാറിന് കഴിയുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ഭാസ്കരൻ അടുക്കുന്നില്ല. അതായത് എതിർപ്പാർട്ടി നേതാവ് പോക്സോ കേസിൽ അകത്തായെന്നും ഈ അവസരം സാറിന് വീണ്ടും ഒരു തിരിച്ചുവരവിന് എന്തുകൊണ്ടും അനുയോജ്യമാണെന്നും അവർ ഓർമ്മപ്പെടുത്തുന്നു. അത് പാർട്ടിയുടെ ക്ഷീണം മാറ്റാൻ ഉപകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. പിറ്റേന്ന് ഭാസ്കരൻ സാറിന് വയറിന് വല്ലാത്ത ഒരു ഉരുണ്ടുകയറ്റം അനുഭവപ്പെടുന്നു. 3-4 തവണ വയറിളകിപ്പോയി. അയാൾ ആകെ തളർന്നു. ഈ സമയം അനി പളനിക്ക് പോയിരുന്നു. സന്ധ്യയായി. ഭാസ്കരന് അനങ്ങാൻ പറ്റുന്നില്ല. ചന്ദനത്തിനോട് ചേർന്ന് കയറ് കട്ടിലിട്ട് ഒരു കയ്യിൽ തോക്കിൻ്റെ കുഴലും പിടിച്ച് കിടക്കുകയാണ് ഭാസ്കരൻ. എഴുന്നേൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. മോഹനൻ സാറിൻ്റെ വീടിന് മുന്നിലെത്തി. അനക്കമില്ലാതെ കിടക്കുകയാണ് ഭാസ്കരൻ. വലിയൊരു ജനക്കൂട്ടവുമുണ്ട്. എന്നാൽ ആരും അടുക്കുന്നില്ല. നെഞ്ചിലേക്ക് ചരിഞ്ഞ തോക്ക് കിടപ്പുണ്ട്. വയറിളകി മഞ്ഞ നിറമായ ഉടുമുണ്ട് പകുതി ഉരിഞ്ഞുപോയ നിലയിലായിരുന്നു ഭാസ്കരൻ. മോഹനൻ
സാറിനെ വിളിച്ചെങ്കിലും ഭാസ്കരൻ സാറ് കണ്ണു തുറക്കുന്നില്ല. ഒരു മൂളൽ മാത്രം. മോഹനൻ കിണറ്റിൽ നിന്ന ഒരു തൊട്ടി വെള്ളം കോരി അയാളെ എഴുന്നേൽപ്പിച്ച് വായിൽ ഒഴിച്ചു കൊടുത്തു. പിന്നീട് അവൻ സാറിനെ നടുവിനും തുടയ്ക്കും പിടിച്ച് പൊക്കിയെടുത്ത് കിണറ്റിൻകരയിൽ കൊണ്ടുവന്നു. അടിവസ്ത്രം അഴിച്ചുമാറ്റി. നഗ്നനായി കിടക്കുന്ന അയാളുടെ ചന്തി സ്വന്തം കൈകൊണ്ട് കഴുകി അയയിൽ കിടന്നിരുന്ന മുണ്ടെടുത്ത് സാറിൻ്റെ അരയിൽ ചുറ്റി. മോഹനൻ സാറിനെ വണ്ടിയുടെ മുന്നിലെ സീറ്റിലിരുത്തി ബെൽറ്റിട്ട് സുരക്ഷിതനായി പാഞ്ഞുപോയി. താനാ നിൽപ്പിൽ മരിച്ചു പോയെങ്കിലെന്ന് സാറ് വിചാരിച്ചു. അയാളുടെ കൈകാലുകൾ കുഴഞ്ഞു. പിറ്റേന്ന് ഓർമ്മ തെളിഞ്ഞപ്പോൾ ആശുപത്രിയിലായിരുന്നു. കണ്ണു തുറന്നപ്പോൾ മകൻ അനി അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. 3-ാം ദിവസം സാർ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തി. വീടിന് മുന്നിലെത്തിയപ്പോൾ പ്രതീക്ഷയോടെ തല പുറത്തേക്കിട്ട് നോക്കി. ചന്ദനം നിന്നിടത്ത് തറനിരപ്പിൽ ഒരു കുറ്റി മാത്രം. അയാൾ ഒന്നും മിണ്ടിയില്ല. 2 ദിവസം അയാൾ മിണ്ടിയിട്ടേയില്ല. പിറ്റേന്ന് എന്തോ നഷ്ടബോധം ബാക്കി നിന്നെങ്കിലും സാറിന് എന്തോ സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടു. സാറ് ഉതുപ്പാൻ്റെ വീട്ടിലേക്ക് പോയി. ഉതുപ്പാൻ ഓടി വന്നു. വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് കരുതുന്നു എന്ന് സാറ് ഉതുപ്പാനോട് പറയുന്നു. വേറെന്ത് ചെയ്യാനാ, എൻ്റെ ചന്ദനം പോയില്ലേ എന്നും പറയുന്നു. സാറ് തിരികെ വന്നപ്പോൾ ചെമ്പകത്തിൻ്റെ വീട്ടിൽ കയറി. ഇനിയെന്ത് നോക്കാൻ, ഇനിയെന്ത് മാനക്കേട്. മോഹനനോട് തൻ്റെ ബുദ്ധൻ ഇപ്പോൾ എവിടെ എത്തിക്കാണും എന്ന് ചോദിക്കുന്നു. എന്നാൽ താൻ ആരെയും പിണക്കാൻ ഒരുക്കമല്ലെന്നും അത് വയ്ക്കേണ്ടിടത്ത് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് മോഹനൻ സ്ഥലം വിടുന്നു. സാറ് തൻ്റെ ചന്ദനത്തെപ്പറ്റി ചൈതന്യത്തിനോട് ചോദിക്കുന്നു. സാറിൻ്റെ മകൻ അനിക്ക് എല്ലാം അറിയാമെന്നും ചന്ദനം ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നും അവൾ പറയുന്നു. അത് 6 മുറിച്ച് അർഹിക്കുന്ന സ്ഥലത്ത് ഇട്ടെന്നും സാറ് ക്ഷമിക്കണമെന്നും ചിരിയോടെ അവൾ പറയുന്നു. ഭാസ്കരൻ ദേഷ്യത്തോടെ അവിടുന്ന് ഇറങ്ങുന്നു. അന്നേരം ചോലയ്ക്കലെ ചെമ്പകത്തിൻ്റെ കക്കൂസ് കുഴിക്കുള്ളിൽ വിലായത്ത് ബുദ്ധ അതിൻ്റെ എല്ലാ വിശേഷതകളും വിട്ട് വെറുമൊരു തടിയായി, മരത്തിൻ്റെ വെറുമൊരു ജഡമായി അവശേഷിച്ച് ഇല്ലായ്മയിലേക്കുള്ള സഞ്ചാരം മെല്ലെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു നോവലിൻ്റെ കഥാസംഗ്രഹം, അതായത് സമ്മറി പാർട്ട് എന്ന് പറയുന്നത്. So I think you enjoyed the video. So for more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.